ഇപ്പം ഗ്യാസ് കിട്ടാൻ പ്രയാസമായതുകൊണ്ടേ വീട്ടിലുള്ള വിറകടുപ്പൊക്കെ പുകയുന്നുണ്ടാവൂലേ. അപ്പോൾ എനിക്ക് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ആദ്യം തന്നെ വിറകടുപ്പ് കത്തിച്ച് ശീലമായതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ആദ്യം ചെയ്യുന്ന പോലെ തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ജോലിക്കൊക്കെ പോകാണ്ടാവുമ്പോൾ അത്യാവശ്യമൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ പിന്നെ ഗ്യാസ് അടുപ്പ് തന്നെയാണ് രാവിലെ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഒക്കെ ആയി കിട്ടൂല. അപ്പോൾ ഇന്ന് എനിക്ക് നമ്മൾ ഹോം ഷോപ്പിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ പൂക്കോട്ടുംപാടം CDS ഓഫീസിലെത്തണം. ഒരു 10:30 ആകുമ്പോഴാണ്. അപ്പോൾ തന്നെ എല്ലാ ജോലികളും തീർക്കണം. അപ്പോൾ ഞാൻ രാവിലെ ദോശയാണ് ഉണ്ടാക്കിയത്. ദോശമാവ് തലേ ദിവസം റെഡിയാക്കിനി. അപ്പം ദോശയൊക്കെ ചുട്ട് പിന്നെ അടുപ്പിൽ തന്നെ വേഗം വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ചോറിനുള്ളത്. അതേപോലെ കറി ചിക്കൻ കറി ഉണ്ട് രാത്രിക്കത്തത്. അപ്പോൾ പിന്നെ കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേഗം കുറച്ച് മീനുണ്ടേനി ഫ്രിഡ്ജിൽ, അത് ഐസ് ഇടാൻ വേണ്ടി പുറത്തെടുത്ത് വെച്ചിനി. അപ്പോൾ അതൊക്കെ മസാലയൊക്കെ തേച്ച് വെച്ചു. പിന്നെ കറി ഉണ്ടാക്കുന്നത് പരിപ്പ് കറി കേട്ടോ. അങ്ങനെ വേഗം കുക്കർക്ക് കുറച്ച് പരിപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ തക്കാളി, സവാള, അതേപോലെ തന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി അതൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചാണ്ട് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. എളുപ്പം വേവണ പരിപ്പാട്ടോ. ഒരു 2 വിസിലടിച്ചാൽ തന്നെ പരിപ്പ് വേവും. പിന്നെ ചോറിന് വെള്ളം വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അരി ഇട്ട് കൊടുത്തിന് കേട്ടോ. അങ്ങനെ വേഗം ചോറും വെന്തിട്ടുണ്ട്. റേഷൻ കടി തരിയല്ലേ, റേഷൻ കടി തരിയാകുമ്പോൾ എളുപ്പം വേവുമല്ലോ. അങ്ങനെ ചോറൊക്കെ വെന്ത് ഊറ്റി വെച്ചു. പിന്നെ ആ ഒരു അടുപ്പിൽ തന്നെ മീനും ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ മീനൊക്കെ ഉപ്പുമുളകും തേച്ച് വെച്ചിട്ട് ആ ഒരു സമയമൊക്കെ ആയപ്പോൾ തന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ മുറ്റടിച്ചു വാരി നമുക്ക് ഒരുപാട് ജോലികൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ മീൻ ഞാൻ ഈ ചീനച്ചട്ടിയിലാട്ടോ ഫ്രൈ ചെയ്തെടുക്കൽ. ഇതിലാവുമ്പം എളുപ്പം ഫ്രൈ ആയി കിട്ടും. പിന്നെ കുറച്ച് കട്ടിയുള്ള മീനാണ് കേട്ടോ. അങ്ങനെ പരന്ന സൈസ് അല്ല. അപ്പോൾ കട്ടിയുള്ളതാകുമ്പോൾ കുറച്ചധികം ഓയിലും ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു ട്രിപ്പ് ഫ്രൈ ചെയ്തെടുത്ത് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സമയമൊക്കെ അപ്പോഴത്തേന് പരിപ്പ് കറി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചെടുത്ത് ഇനി അതൊന്ന് വറവിട്ടെടുത്താൽ മതി. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് തൂമിച്ചിട്ട് കറിക്ക് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി കേട്ടോ അത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാട്ടോ ഈ പരിപ്പ് കറി, പരിപ്പും തക്കാളിയും വെച്ചിട്ടുള്ള കറി. അങ്ങനെ കറിയായി. പിന്നെ ആ നേരൊക്കെ ആയപ്പോഴത്തേന് നമ്മൾ മീൻ 2ാം പ്രാവശ്യം ഇട്ട് കൊടുത്തിന്. അതും ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് വിറക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിറക് പാവ് കുറച്ച് സൈക്കിൾ ഏൽപ്പിച്ചിട്ട് അപ്പോൾ അങ്ങനെ വിറകൊക്കെ വന്ന് അപ്പോൾ അത് ഇനിയിപ്പോൾ എടുത്തു വെക്കാനൊന്നും ടൈമില്ല. അപ്പം പോർച്ചിക്ക് ഇട്ടേക്കാണ്. ഇനി മഴ എങ്ങാനും പെയ്ത് കഴിഞ്ഞാൽ നനഞ്ഞാലോ വിചാരിച്ചിട്ട് ഇനി നമുക്ക് ഒഴിവുണ്ടാവുന്ന സമയത്ത് വിറക് അട്ടി വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോർച്ചിക്ക് ഇട്ടേക്കാണ് കേട്ടോ. അങ്ങനെ പിന്നെ എനിക്ക് പോകാനായി സമയം. പിന്നെ വേഗം കുളിച്ച് കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്താണ്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞതാണ് ഞാൻ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ചില കൂട്ടുകാരൊക്കെ ചോദിക്കാൻ എനിക്ക് എന്താ ജോലിയെന്ന്. ഞാൻ ഹോം ഷോപ്പിൻ്റെ CLC ആണ് കേട്ടോ. അപ്പോൾ എന്നൊന്നും പോവണ്ട, അതേപോലെ മീറ്റിങ്ങും കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ പോകണം. അതേപോലെ HSOമാർക്ക് സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കണം. അപ്പോൾ ഹോം ഷോപ്പിൻ്റെ വർക്ക് ഇല്ലാത്ത സമയത്താട്ടോ ഞാൻ കാറ്ററിങ്ങിന് ഓർഡറൊക്കെ എടുക്കൽ. അങ്ങനെ മീറ്റിങ്ങിനൊക്കെ പോയി, മീറ്റിങ്ങൊക്കെ ഞാൻ ചെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ കേട്ടോ തുടങ്ങിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്